ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ കൊണ്ട് ഒരു ബജ്ജിയാണ്. നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് ബജ്ജി ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ വീഡിയോ തുടങ്ങാട്ടുമ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഒരു കായാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കനമില്ലാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ കായെല്ലാം വളരെ നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കനമില്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മാവ് ഉണ്ടാക്കിയത് കടലമാവ് ഒരു 3 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കായ വറുത്തെടുക്കാം. അതിനായി അതേപോലെ മാവിൽ ഒന്ന് മുക്കിയിട്ട് അതേപോലെ മുക്കിയതിന് ശേഷം ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കായ ഇട്ടതിന് ശേഷം അപ്പം തന്നെ തീ ഒന്ന് കുറച്ച് വെക്കേണ്ടതാണ്. മീഡിയം തീയിലേക്ക് വെക്കുക. രണ്ട് സൈഡും മറച്ചിട്ട് വേവിക്കുക. ഒരു ബ്രൗൺ കളർ വരുന്നവരെ മാത്രം വേവിച്ചാൽ മതി. അപ്പം നമുക്ക് കോരിയിടണം. ഇപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇത് കോരിയെടുക്കാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കായ ബജ്ജിയൊക്കെ അടിപൊളിയായി വറുത്തെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.